അപ്പൂസേടെ അപ്പൂസ് വരുന്നുണ്ടോ ചാടിച്ചിട്ട് കാട്ടെ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇപ്പം രാവിലെ തന്നെയാണ് വന്നത്. 5 മണിയാവുന്നുള്ളൂ. ബാങ്ക് കൊടുത്തുണ്ട്. ഇപ്പോൾ നടക്കാൻ പോകാൻ നിൽക്കുകയാണ്. വന്നിട്ട് വേണം കുറച്ച് അങ്ങടി കൂടെ പോകണം. കുറേ വിശേഷങ്ങളുടെ ദിവസമാണ്. അപ്പോൾ 2 ദിവസമായിട്ട് നടക്കാനൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ അടുത്തുള്ള കുറേ ആൾക്കാർ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. ഓലപ്പം അങ്ങനെ നടക്കാൻ പോവും. എല്ലാവരും ഉണ്ടാകുമ്പോൾ രസമാണ്. പിന്നെ ഇവിടുന്ന് അങ്ങനെ ഒറ്റയ്ക്കൊക്കെ നടക്കാൻ പോകാൻ പേടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു ധൈര്യമാണ്. അപ്പം അങ്ങനെ പോവും. ഞാൻ പോലില്ല. ഇപ്പം ഇവിടെ രാവിലെ ഞാൻ നീച്ചാൽ എൻ്റെ പണികളൊക്കെ അങ്ങനെ ചെയ്യും. സന്തോഷമായിട്ട് ഓലപ്പം ഇങ്ങനെ പോകും കേട്ടോ. പിന്നെ അമ്മയ്ക്ക് നടക്കാൻ പോകണമെന്ന് നല്ല താല്പര്യമുണ്ട്. പക്ഷേ മുറ്റത്ത് കൂടെ നടക്കും. ഇപ്പം അങ്ങനെ അകത്ത് കൂടെ നടക്കും. അങ്ങനെ രാവിലത്തെ ഈ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പേടിയല്ലേ. രാവിലെ ഉറക്കം കിട്ടണില്ല, രാത്രി ഉറക്കം കിട്ടണില്ല. ഒരു കണ്ണ് മുറുകിട്ട് അത്രയും ചൂടായിട്ട്, പുതിയ ചൂടായിട്ട് ഭയങ്കര ചൂടാണ്. ഈ റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് ഇന്നലെ പറഞ്ഞില്ലേ. അപ്പോൾ പെട്ടെന്ന് നീക്കുന്നുണ്ട്. അപ്പം ഞാൻ നടന്നു വരാം. അമ്മ അത് കൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ. മുറ്റത്ത് കൂടെ അമ്മ മുറ്റത്ത് കൂടെ നടക്കുകയാണ്. രാവിലെ തന്നെ അതിരെ ഫുൾ സെറ്റില്ല കേട്ടോ. ജോയിങ്ങിന് പോണത് ഞാൻ അതിലേക്ക് പോണത്. അതിര നാട്ടെ ഫുൾ ഇങ്ങോട്ട് കയറ്. ശരി, അതെന്റെ ഡ്രസ്സൊക്കെ എല്ലാരും നീച്ചില്ല. 5 മണിയാവുന്നതിന് നമ്മൾ രാവിലത്തെ കുളിയും വിളക്കലും എല്ലാം കഴിഞ്ഞ് അമ്മേൻ്റെ നടത്തം കഴിഞ്ഞ് അമ്മ കുളിക്കാൻ കയറി. സന്തോഷം. 6 മണിയായി. 1 മണിക്കൂർ കൊണ്ട് നടക്കലും എല്ലാം കഴിഞ്ഞ്. അപ്പൂസ് കഴിച്ചില്ല കേട്ടോ. അന്നേരം പരീക്ഷയൊന്നുമില്ല. പിന്നെ പണിക്കാരുണ്ടോന്നല്ലേ. പിന്നെ ഞങ്ങൾക്ക് ഇന്നലെ ടൗണിലൊക്കെ പോകാനുണ്ടായിരുന്നു. അത് ഇന്നേക്ക് മാറ്റിയതാണ്. അടുക്കളത്തെ പണി തീർക്കണം. പിന്നെ നല്ല വെയിലും ചൂടൊക്കെ ആകുമ്പോഴേക്കിന് പോയിട്ട് വരണം. അമ്മേനെയും കൂട്ടി പോകാനുള്ളതാണ്. ബാങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ കുറച്ച് തിരക്കും കുറവുണ്ടാവും. അത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നേ പോകേണ്ടതാണ്. അത് മിഞ്ഞാത്തത് ഇന്നലേക്കാക്കി, ഇന്നലേക്കത് പിന്നെ ഇന്നേക്കാക്കി. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേഗം പണികളൊക്കെ ഒന്ന് തീർക്കണം. എന്നിട്ട് വേണം പോവാൻ. എന്താ ചായക്കടി? ഇരുട്ട് മാറുന്നുള്ളൂ. അപ്പം ഇനി ചായ കടിയൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. ചായക്ക് കടി പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചപ്പാത്തി ആയാലും അപ്പൂസിന് വലിയ ഇഷ്ടമല്ല. ഇഷ്ടമാണ്, നല്ല കറിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇഷ്ടമാണ്. ചിക്കനോ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ, മീൻ കറിയൊക്കെ ഉണ്ടായാലും ഇഷ്ടമാണ്. പക്ഷെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മീനൊന്നും കൂട്ടൂല. അപ്പോൾ
പൂരി ഉണ്ടാക്കാം. പൂരി ആയാൽ പിന്നെ വെറുതെ കറിയൊന്നും ഇല്ലെങ്കിലും കടിച്ച് കടിച്ച് അല്ലെങ്കിൽ പിന്നെ ഗ്രീൻ പീസ് വേണം കേട്ടോ. ഗ്രീൻ പീസ് ഇല്ല, ഗ്രീൻ പീസ് തീർന്നിട്ടുണ്ട്. അതൊക്കെ കിഴങ്ങോ ഉള്ളിയും കിഴങ്ങിനെ മറ്റേ നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കില്ലേ അതിന് കറി മസാല അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ വെറുതെ പൂരി ചായക്കിനെ കടിച്ച് തിന്നത് ഇഷ്ടമാണ്. അപ്പോൾ പൂരിയൊക്കെ ആദ്യം പരത്തി എടുക്കുകയാണ് കേട്ടോ. പുറത്തേക്ക് കൊണ്ടുപോയാലേ അതൊന്നും നടക്കൂല. ഒരാൾക്ക് ചപ്പാത്തിയാണ്, ഒരാൾക്ക് പൂരിയാണ്. എനിക്ക് അമ്മയ്ക്കും പിന്നെ എല്ലാതും പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതിന് മുഖത്തൊക്കെ കുരുകൾ വരുന്നുണ്ട് കേട്ടോ, എൻ്റെ പോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അപ്പോൾ പറയും എണ്ണയിലുള്ളതൊന്നും തരരുത് എന്ന് പറയും. അപ്പോൾ പൂരിയാണ് ഇഷ്ടം. ഇന്നലെ മിഞ്ഞാന്നൊക്കെ പറയുന്നുണ്ട് മുഖത്ത് കുരുകൾ വന്നപ്പോ. അപ്പം ഇനി എന്താ നെയ്ച്ചാലറിയാം എന്തൊക്കെയാ പറയാന്ന്. അപ്പോൾ കുറച്ച് പൂരി ആക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ചാക്കിയിട്ടുണ്ട്. 8-10 ഉള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ 5-6 ചപ്പാത്തി ഉണ്ട്, ഇഷ്ടമുള്ളത് തിന്നോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ സ്കൂളിലാത്ത ദിവസം ഇതൊക്കെ പറ്റുള്ളൂ, നമ്മൾ സാവധാനം എടുത്തിട്ട് ഇങ്ങനെ പരത്തിയും ചുട്ടും നിൽക്കാൻ. അല്ലെങ്കിൽ ഞാൻ വേഗം ദോശയൊക്കെ ആക്കിയേക്കലാണ്, തലേന്ന് തന്നെ മാവാക്കിയിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ സദാ കലക്കി വയ്ക്കുന്ന ദോശയല്ലേ അതാക്കി വയ്ക്കലാണ്. അല്ലെങ്കിൽ ഉപ്പുമാവ് കഴിഞ്ഞു കേട്ടോ, കുറച്ച് മതി. പിന്നെ അമ്മയ്ക്കാണ് കൂടുതലും കടിയൊക്കെ തിന്നണ ആൾ കേട്ടോ. ദോശയും ചപ്പാത്തി എന്താണെങ്കിലും കൂടുതൽ തിന്നേന്ന്. ഇപ്പം ഈ അസുഖം വന്നതിന് ശേഷം ഒരു ചപ്പാത്തി ഒരു ദോശ അങ്ങനെയൊക്കെ. സന്തോഷൻ്റെ പിന്നെ എന്താണെന്ന് പറയാം, ബേക്കറി എല്ലാതും കിട്ടിയാൽ മതി, അതുമ്പോൾ കൂടിക്കോളും. രാവിലെ ഒന്നും വേണമെന്നില്ല. പിന്നെ ഞാനും കേട്ടോ, ഞാൻ നല്ലോണം നല്ല അത്യാവശ്യമൊക്കെ രാവിലെയൊക്കെ ചായയും കടിയൊക്കെ വേണമായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് തീറ്റയിലൊക്കെ കുറച്ച് ബാക്കിക്കാണ്. ഇന്നലെ കാരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് തടി പോയിട്ട് എന്താണ് എന്നൊക്കെ. പിന്നെ തലവേദന ഉണ്ട് കേട്ടോ, മെയിനായിട്ട് മൈഗ്രെയിൻ ഉണ്ട്. അതിനിപ്പോൾ നേരം കാലമൊന്നുമില്ല. ആദ്യമൊക്കെ രാവിലെ ആയാൽ തലവേദനയാണ്. ഇപ്പം രാവിലെ ഒന്നും ഉച്ചയെന്നൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് തലവേദന വരിക, രാത്രിയും എല്ലാം ഉണ്ട്. അത് എന്താ സംഭവം അറിയണില്ല. അതുകൊണ്ട് തന്നെ ചായയും കടിയൊന്നും ഇപ്പോൾ ഒരു സമയവും ഇതൊന്നുമില്ല. നമ്മൾ ഗ്യാസ് കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടൊന്ന് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അയാൾ. അടുപ്പത്ത് തന്നെ ഉണ്ടാക്കണല്ല. അപ്പം നമുക്ക് ഇതൊക്കെ ഇനി ഉണ്ടാക്കാം കേട്ടോ. കുഞ്ഞാണി കല്ലെടുക്കണ കാണണ്ടേ? കുഞ്ഞാണി കല്ലെന്തൊക്കെയുണ്ട് സൂര്യയില്ലേ? അപ്പം നേരം വൈകുന്നു. പിന്നെ കൊടുക്കണ്ടേ? തീറ്റ കഴിഞ്ഞോ? ഇന്നലെ ചെറുട്ടിക്ക് പറഞ്ഞോടേന്ന് 5 അരി കൊടുത്തായില്ലേ? കുറച്ച് വലിപ്പമായിട്ടല്ലോ പോയിട്ടുള്ളത്. കറിയാക്കട്ടെ. കൊത്തോണുണ്ടോ അപ്പേ? കച്ചറ ഉണ്ടാക്കണ്ടവര് എന്താ പണി? പുതുഞ്ഞ എന്താണ് പണി? വിറക് മുളക്കേറ്റ ചാടിച്ചിട്ട് പോരെ? ചാടിച്ചിട്ട് കാട്ടെ. അതിൻ്റെ മുളക്കല്ല, വാർപ്പിൻ്റെ മുളക്കേറ്റാണ്ട്. അത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ എടുത്തുതരാം. അതൊക്കെ ഞങ്ങൾ ഇനി കയറ്റിട്ട് ഒരുപാട് പണിയാണെന്ന്. കൂട്ടാനുണ്ടാക്കാൻ ഒരുങ്ങാണ് കേട്ടോ. ചക്കക്കുരുവാണ് കറി. ചക്കക്കുരു മുരിങ്ങല്ല, ചീര വാങ്ങണം. അനീസ് വന്നിട്ടുണ്ട്. അനീസ് ആയി പറഞ്ഞ
എന്താ പോലെ അതെ മോളുണ്ട് നമുക്കൊക്കെ റെഡി ആയിട്ട് 2 മണിക്ക് പോകാൻ. അമ്മേൻ്റെ ബാസുക്ക് റെഡി ആക്കാണ്ടില്ല. അപ്പോൾ എല്ലാവർക്കും അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഫോട്ടോ കൊടുത്താണ്ട് പൂരിപ്പിച്ചാണ്ട് ഒന്നും കൂടെ ചെയ്യാം. അത് പോകണം, അക്ഷയ പോകണം, അങ്ങനെ കുറേ പരിപാടികളുണ്ടെന്ന്. ചക്കക്കുരു നമുക്ക് ചീരയും കൊണ്ടുകൊണ്ട് സെറ്റാക്കാം. മുരിങ്ങ നമുക്ക് ഇട്ടാലോ, മുരിങ്ങ മരമൊക്കെ ഉണങ്ങി മരം തന്നെ ഉള്ളൂ, വിലല്ല. ഇവിടെ നമ്മൾ സെറ്റാക്കാൻ പറ്റില്ല അല്ലേ? മുളകി കയറ്റിയ പിന്നെ ഇവിടെ ഇറക്കേണ്ടത് നമ്മൾ ബെഞ്ച് വെച്ചുകൊണ്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത്. ഇനിയിപ്പോൾ ഇതിന് മറ്റേ ഓട് വേണം. ഇന്ന് ഫുള്ള് പണിയില്ലല്ലേ? ഓടെടുത്തേക്കാ, ഓട് വെച്ചാണ്ട് നമ്മളെ കൊറേ പദ്ധതികളുണ്ട് വരുന്നത്. അതതിലേക്ക് വെക്കണം, അല്ലെങ്കിൽ കേടൊരു മരം കേടൊരു മരം കേടൊരു. ഇപ്പൊ വേഗം ശരിയാക്കട്ടെ, നമുക്ക് വേഗം പോവാൻ. അപ്പൂസ് പോരുണ്ടോ? ഇല്ല, മുമ്പ് കൊറേ പേപ്പറുകളൊക്കെ റെഡിയാക്കണ്ടല്ലേ? കൊറേ ഫോട്ടോ തെരഞ്ഞു തെരഞ്ഞ് കിട്ടണ്ടേ? പോവാൻ നേരത്ത് ഒന്നും കാണാനില്ല. ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പോവാൻ നേരത്തെ കാണാല്ല. അമ്മേന്റെ ഫോട്ടോ ഇവിടെ ശരിക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അമ്മ കൊണ്ടുപോയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 1.5 മണിക്കൂർ തെരഞ്ഞ് വെള്ളം കുടിച്ചു, എന്നിട്ട് കിട്ടിയതേ ഇല്ല. എന്നിട്ട് നോക്കിയപ്പോ ഉണ്ട് അമ്മ മെല്ലെ എടുത്ത് കൊണ്ടു തരുന്നേ. അപ്പൊ എടുത്ത് കൊണ്ടുപോയിട്ട് എവിടെയോ എടുത്ത് വെച്ചതാണേ. ഇവിടെ വെച്ചതേ അപ്പൂസിന്റെ പാസ്പോർട്ട് കൊണ്ടോണ്ട് അപ്പൂസിന് സ്കോളർഷിപ്പ് വന്നാ നോക്കണം. അതെന്റെ ആധാർ കാർഡ് വെച്ചേ അതാണ്. ശരിക്കും എടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അല്ല ഇപ്പൊ ആധാർ എടുത്ത ഇതിന്റെ എന്നാ പോയല്ലേ നമുക്ക്. അമ്മ കൊഴങ്ങിയോ? കൊഴങ്ങിട്ടൊന്നുമില്ല, നല്ല ചൂടാണ്. കുറച്ചു നേരം ഇരുന്ന് ആ കൊഴങ്ങും ചെറുതോട് പോയി വരുമ്പോഴേക്കൊക്കെ. അപ്പൊ ചെറുതോട് പോകേണ്ട കാര്യം 2-3 സ്ഥലത്ത് പോകേണ്ട കാര്യമുണ്ട്. അതിനൊക്കെ പോവാണ്. തിരക്കില്ലാത്ത അന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പൊ വലിയ തിരക്കുണ്ടാവില്ല. അതുകൊണ്ട് ഇറങ്ങിയതാണ്. ഇന്നലെ ഒരുങ്ങിയതാണ്. ഇന്നലെ കുഴപ്പം പറഞ്ഞു ഇന്ന് പോവാറ്. അപ്പൊ ഇന്ന് പോവാൻ കുറേ തെരഞ്ഞ് കാർഡ് തെരഞ്ഞ് ഇപ്പൊ ഇന്നേക്ക് ആക്കി. അപ്പൊ വെച്ചോടത്തൊന്നും കാണുന്നില്ല. നമ്മളെ സ്ഥിരം പരിപാടി ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എവിടേക്കും പോണെന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് വെച്ച് കിട്ടും ചെയ്യൂട്ടോ. കൊറേ തരയണം, എത്ര സൂക്ഷിച്ച് വെച്ചാലും അവസാനം കൊറേ കെതിട്ട്. അപ്പൂസിന് മാല വേണമല്ലോ. അപ്പൂസ് മാല ഒന്ന് കണ്ടോലോ. അല്ല കോഴിക്കോട് പോയപ്പോ കണ്ടു വെച്ചിട്ടുണ്ട് മാല. അപ്പൊ ഇവിടുന്ന് മേടിക്കാന്. പക്ഷെ അവനൊന്നും പറയലില്ല കേട്ടോ. അപ്പൊ ഒന്ന് അങ്ങനെ വേണം, മാല മേടിക്കണം. അരിപ്രസൻസി പോയിട്ടുണ്ടെങ്കിൽ മാല മേടിക്കണം. പൈസ ഒക്കെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ചെറുകോട് പോയി ഇപ്പൊ എത്തിയിട്ടുള്ളൂ കേട്ടോ. സമയം 1 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പൊ നമ്മള് കറി വെച്ചിരുന്നില്ല. കറി കണ്ടോ നമ്മള് സ്പെഷ്യലാണ്, ചക്കക്കുരു ആണ് കേട്ടോ. ചക്ക നമ്മള് ഇന്നാള് വെച്ചിരുന്നു, അതിന്റെ കുരു നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പൊ മുരിങ്ങയൊന്നും ഇപ്പം അല്ല, മുരിങ്ങ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ എവിടുന്നും കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് പോന്നപ്പോ ചീര വാങ്ങി. ചീര ചക്കക്കുരു പച്ചച്ചീരയാണ്. എനിക്ക് ഒന്നും കൂടി നല്ല രസം ഉണ്ടാവും കേട്ടോ. പാടത്തൊക്കെ ഉണ്ടാവില്ലേ പച്ച കളറില്, ആ സാധനം. പക്ഷെ ഒരു കടയിൽ കയറി കിട്ടിയില്ല, വേറെ കടയിൽ കയറി കിട്ടിയില്ല. പിന്നെ ചുമപ്പാണ് കിട്ടിയത്. കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ കരുതി അതിലവും കൊണ്ട് പോന്നു. അപ്പോൾ ചക്കക്കുരും അതുകൂടി വെച്ചാൽ നല്ല രസമാണ് കേട്ടോ. മുരിങ്ങയാണ് ഒന്നും കൂടി നല്ല ഇത്. നമുക്ക് എപ്പോൾ കിട്ടിയാലും നമ്മൾ മുരിങ്ങട്ടാ വെക്കുക. അപ്പം ഇനിയിപ്പോൾ മുരിങ്ങയൊന്നും എവിടെയും പോയി തിരഞ്ഞുണ്ടാക്കി വെക്കൽ നടക്കൂല. കാരണം നല്ല വിശപ്പുണ്ട്, രാവിലെ ചായ കുടിച്ചതല്ലേ അങ്ങനെ. അപ്പോൾ ഞാൻ ചീര വെച്ചിട്ട് ഞാനൊന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇഷ്ടമാണ് ചീര.
താളിപ്പ്. ഒരു താളിപ്പിനോടല്ലേ കൂടുതൽ ഇഷ്ടം. ചക്കക്കുരു ഇട്ട് വെച്ചാൽ പിന്നെ വേറെ രസമാവും. പിന്നെ അപ്പൂന് വേണ്ടിയിട്ട് നമ്മൾ വേറെ കരുതി വാങ്ങിയിട്ടുണ്ട്. കണ്ടോ സോയാബീന്, കണ്ടോ സോയ. ഇതിങ്ങനെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ നല്ല ഇഷ്ടമാണ്. മസാല തേച്ചിട്ട് പൊരിക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ചിക്കനും മീനൊന്നും വാങ്ങൂല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി വിളിച്ചതാണ് കേട്ടോ. അപ്പം നമ്മളെ കണ്ണൻകുട്ടി വീണ്ടും വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് വിളിക്കുന്നു. ചേച്ചീൻ്റെ കുട്ടിയെ ഓന് ഇവിടെ വന്നാൽ നല്ല രസമാണ് എല്ലാവരും കൂട്ടത്തിൽ നിൽക്കുമ്പോൾ. അപ്പോൾ 2 ദിവസം ഒഴിവിട്ടിയാൽ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നാളെ മറ്റന്നാൾ സ്കൂളിൽ ലീവല്ലേ. അപ്പോൾ അപ്പൂസിലൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്ന് വിളിക്കുന്നു. അപ്പം എന്നാൽ ഞങ്ങൾ ചീര കരിഞ്ഞ് കറി വെക്കട്ടെ കേട്ടോ. ചക്കക്കുരൊക്കെ വേവാൻ കുറച്ച് സമയം എടുക്കും. കാരണം അടുപ്പത്തിൽ കിടന്നു വേവുന്നത്, നമ്മളെ ഗ്യാസ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ വിറകടുപ്പിൽ കിടന്ന് തന്നെ വേവിക്കണം. പിന്നെ കൈപ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കാനുണ്ട്, സോയാബീൻ പൊരിക്കാനുണ്ട്, ഇതെല്ലാം ആക്കാനുണ്ട്. അപ്പം എന്നാൽ ഇതൊക്കെ ഒന്ന് വെന്തിട്ട് കാണാം കേട്ടോ. ഇതാണ് സംഭാരം, നല്ല ചൂട് സംഭാരം കുടിച്ചിട്ടും കാര്യമില്ല. എന്താ സ്പെഷ്യൽ നമ്മളെ തൈര സംഭാരം. സംഭാരം വേണം നമുക്ക് ചെറിയ സദ്യ. സോയാബീന് പിന്നെ സ്പെഷ്യൽ ഇവിടെ കാണിച്ചു തരാം. ചീര, ചക്കക്കുരു. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. ചക്കക്കുരു ഉടഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും കാണണില്ല അല്ലേ. ചക്കക്കുരു നല്ല അപ്പൂസിന് വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ കഷ്ണമാണോ? ഓനോട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ചക്കക്കുരു. ഇനി ഉപ്പേരി ഇപ്പം കൊണ്ടുവരാ. കൈപ്പങ്ങ ഉപ്പേരി ഉണ്ട്. അമ്മേൻ്റെ ഇഷ്ട സാധനം കൈപ്പങ്ങ. അതോ ചൂട് വറക്കണ്ടല്ലേ. അപ്പൊ നമ്മളെന്നാലും ഭക്ഷണം കഴിക്കട്ടെ. തിന്നണ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഐസ് കട്ടയാണത്. അപ്പൊ നല്ലതാണ് ഭക്ഷണം കഴിക്കട്ടെ. അപ്പൊ നാളെ പുതിയ വിശേഷമായിട്ട് വരട്ടെ. ബൈ.